ചെറുപ്പ CSCയുടെ പ്രവർത്തനം ഫലപ്രദമാക്കുന്നതിന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ എടുത്ത യോഗ തീരുമാനങ്ങളിൽ 6 തീരുമാനങ്ങളിൽ 2 എണ്ണം മാത്രമാണ് ഇതുവരെ നടപ്പാക്കിയത്. സർ, വന്ദനാദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഈ ആതുരാലയം ഇപ്പോഴും ഒരു നിശ്ചലാവസ്ഥയിലാണ് സർ ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നെടുത്തത് ചെറുപ്പ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ഭരണ നിയന്ത്രണം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിക്കൊണ്ടും അക്കാഡമിക് നിയന്ത്രണം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ നിലനിർത്തിക്കൊണ്ടും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നതായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ട് സർ അവിടെ 6 ഏക്കർ സ്ഥലവും ഒരുപാട് ക്വാർട്ടേഴ്സുകളും ഒക്കെ ഒഴിഞ്ഞു നടക്കുകയാണ്. സർ, 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഒരു ആതുരാലയം എന്നുള്ളതിற்கு പ്രത്യേക പരിഗണന നൽകി ബാക്കിയുള്ള നടപടികൾ കൂടി പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. സർ, മെഡിക്കൽ കോളേജിന്റെ MCH യൂണിറ്റാണ് ചെറുപ്പ ആരോഗ്യ കേന്ദ്രം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററായിട്ടാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന് കീഴിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് സർ സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല നിർവഹിക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഡോക്ടർ വന്ദനാദാസിന്റെ നിർഭാഗ്യകരമായിട്ടുള്ള കൊലപാതകത്തെ തുടർന്ന് മെഡിക്കൽ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഹൌസ് സർജൻമാർ ഡ്യൂട്ടി ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളത് വളരെ കർശനമായി പാലിക്കണം എന്ന വ്യവസ്ഥ നമ്മൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് 11/5/2023 മുതലാണ് ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഇല്ലാതെ വന്നത്. സർ, തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി മുഖേന ഈവനിംഗ് OP നടത്തുന്നതിനായി ഒരു മെഡിക്കൽ ഓഫീസറെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിരുന്നു. ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഫലപ്രദമാക്കുന്നതിന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിന്റെ കീഴിൽ നിന്നും ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഭരണ നിയന്ത്രണം 19/9/2023 സർക്കാർ ഉത്തരവ് പ്രകാരം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടു നൽകുകയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി നടത്തിപ്പിനായി നിർവഹണ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് ഉൾപ്പെടെയുള്ള ആരോഗ്യമേഖലയിലെ വിവിധ പദ്ധതികൾ 2023-24 സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കി വരുന്നു. 24-25 സാമ്പത്തിക വർഷം മുതൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാന്റ് ഒഴികെയുള്ള മറ്റു പദ്ധതികളും ഈ സ്ഥാപനത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി ഈ ആരോഗ്യ കേന്ദ്രത്തിന് ലഭ്യമാക്കുന്നതിന് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. സർ, ഏറ്റവും ഒടുവിൽ 15ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റ് അവാർഡ് പ്രകാരം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ആരംഭിക്കുന്നതിന് മുക്കം CHSക്ക് അനുവദിച്ച തുക ചെറുപ്പ MCH യൂണിറ്റിൽ ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കാൻ 10/9/2025 ഈ മാസം സർക്കാർ ഉത്തരവ് പ്രകാരം LSDD തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട്. സർ, ഈ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അന്യത്ര അന്നത്തെ മീറ്റിംഗിൽ ഒരു കാര്യം ഇതായിരുന്നു, വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ഡോക്ടേഴ്സിനെ മറ്റിടത്തേക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ളത്.